കണ്ണൂരിലെ രാഷ്ട്രീയ കളരിയിൽ പയറ്റി തെളിഞ്ഞിട്ടും കാലിടറിയാണ് ഇ.പി. ജയരാജന്റെ മടക്കം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ മുന്നണിയുടെയും CPM-ന്റെയും തലപ്പൊക്കമുള്ള നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്കും മങ്ങലേറ്റു. കരുത്തൻ എന്നതിനപ്പുറം നിഷ്കളങ്കനും പരിഭവക്കാരനുമായ നേതാവെന്നുകൂടി ഇ.പി. ജയരാജന് വിശേഷണമുണ്ട്. നിഷ്കളങ്കമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിലും ഇ.പി.യുടെ നിഷ്കളങ്കത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊള്ളലായെന്ന തിരിച്ചറിവിലാണ് കടുത്ത നടപടി. പലപ്പോഴും പിണങ്ങി മാറി നിൽക്കുമ്പോൾ അനുനയിപ്പിക്കുന്ന പതിവ് വേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചു. ഏറെക്കാലമായി പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇ.പി.ക്ക് വരും നാളുകൾ നിർണായകമായേക്കും. വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ.പി.യെ നീക്കാൻ ധാരണയായത്. ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ കേന്ദ്ര നേതൃത്വമാകും പ്രഖ്യാപിക്കുകയെന്ന ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ് ബാക്കി. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ച ഇ.പി. സ്ഥിരീകരിച്ചതും CPM-നെ വലച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിയുമാണ് കടുത്ത നടപടിക്ക് കാരണമായത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി.ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് ഇ.പി. ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചെന്നാണ് വിവരം. കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ഒഴിയുമെന്നായിരുന്നു രാവിലെ വാർത്തകൾ വന്നത്. തലേ ദിവസവും തീരുമാനമായ വിഷയമായിട്ടും ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ഇ.പി. തയ്യാറായിട്ടുമില്ലായിരുന്നു. കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി പരിപാടികളോ പൊതുപരിപാടികളോ ഇല്ലാതിരുന്നിട്ടും സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ.പി. കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു. തനിക്കെതിരായ നടപടിയും ചർച്ചയും തന്റെ സാന്നിധ്യത്തിൽ വേണ്ടെന്ന് കൂടി കരുതിയാണ് ഇ.പി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത്. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുന്നത് തിരിച്ചടിയാകുമെന്ന് പല ഘടകകക്ഷികളും നിലപാടെടുത്തു. മുഖ്യ ഘടകകക്ഷികളായ CPI, കേരള കോൺഗ്രസ് M, RJD നേതൃത്വങ്ങൾ പരസ്യമായ നിലപാട് പറഞ്ഞു. പക്ഷേ നടപടി നീട്ടിക്കൊണ്ടുപോയി. ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട കൊല്ലം MLA മുകേഷിന്റെ രാജിയെപ്പറ്റി തീരുമാനമുണ്ടാകുമെന്ന് കരുതിയ സംസ്ഥാന സമിതി യോഗത്തെ ഇ.പി. ജയരാജനിലേക്ക് വഴിതിരിച്ചു വിടാനും ഈ നടപടിയിലൂടെ CPM ശ്രമിച്ചെന്ന് കരുതണം. മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നാണ് LDF കൺവീനർ ആയിരിക്കെ ഇ.പി. പറഞ്ഞതും. സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ ഫലപ്രദമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ വിവാദത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല. മുൻപ് കേരളത്തിലെ 2 MLA-മാർക്കെതിരെയും ഇതിലും വലിയ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവർ ഇതുവരെയും രാജിവെച്ചിട്ടില്ല. മറ്റ് 2 MLA-മാർ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കും എന്നതായിരുന്നു ഇ.പി.യുടെ നിലപാട്. മുകേഷിനെ സംരക്ഷിക്കാൻ ഇ.പി.യെ പക്ഷേ പാർട്ടി കുരുതി കൊടുത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇ.പി.യുടെ ഭാര്യ P.K. ഇന്ദിരയ്ക്ക് പങ്കാളിത്തമുള്ള കണ്ണൂർ മോറോഴയിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും പാർട്ടി പ്രതികൂട്ടിലായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റിന്റെ ബിസിനസ് പങ്കാളിത്തമാണ് രാഷ്ട്രീയ വിവാദമായത്. പരസ്പരം കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്ന് വാദിച്ച ഇരു നേതാക്കളും ഭാര്യമാർ പങ്കാളികളായ സ്ഥാപനങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു. വൈദേകത്തിൽ ചികിത്സ നൽകുന്ന ഏജൻസിയാണ് നിരാമയെന്ന് ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തു. ഭാര്യമാർ തമ്മിലുള്ള ബിസിനസ് ബന്ധം BJP CPM രഹസ്യധാരണയാകുമോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഇൻഡിഗോ വിമാനത്തിലെ യാത്രാവിലക്കും ജയരാജന്റെ വാർത്താ തലക്കെട്ടുകളിൽ സജീവമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് ഇൻഡിഗോ വിമാനങ്ങളിൽ രാജ്യത്തകത്തോ പുറത്തേക്കോ യാത്ര ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. തുടർന്ന് ട്രെയിനിലായിരുന്നു ജയരാജൻ തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കുമുള്ള യാത്ര ചെയ്തത്. എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂർ തിരുവനന്തപുരം സർവീസ് തുടങ്ങിയപ്പോൾ 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജയരാജന് ആശ്വാസമായി. പതിറ്റാണ്ടുകളായി കഴുത്തിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന ഇ.പി. CPM വിട്ട് BJP-യിൽ ചേരുമോ? രാഷ്ട്രീയ കേരളം ആവേശത്തോടെ ഇ.പി.യുടെ നീക്കങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ്. കണ്ടറിയാം.